ഇപ്പോൾ വിലാപയാത്രയ്ക്കൊപ്പം ഈ വാഹനത്തെ പിന്തുടരുന്നുണ്ട് ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, ഇപ്പോൾ ഈ ഒരു തോമസ് ചെറിയാനെയും വഹിച്ചുകൊണ്ടുള്ള ഒരു വാഹന വ്യൂഹം അല്ലെങ്കിൽ ഒരു വിലാപയാത്ര ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൻ്റെ അതിർത്തി പിന്നിട്ടിരിക്കുകയാണ്. നമുക്ക് ലഭ്യമാകുന്ന ദൃശ്യങ്ങൾ കാണുന്ന പ്രകാരമാണെങ്കിൽ വട്ടപ്പാറയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായി ഇപ്പോൾ ഈ ഒരു വിലാപയാത്ര എവിടെ എത്തി? നിഖിൽ, തിരുവനന്തപുരം നഗരഭാഗം പിന്നിടാനായി ഇനി കുറച്ച് സമയങ്ങൾ കൂടിയുള്ളൂ. ചിറ്റാഴയിലാണ് ഇപ്പോൾ ഈ ഭൗതികദേഹവും വഹിച്ചുകൊണ്ടുള്ള സൈന്യത്തിന്റെ വാഹന വ്യൂഹമുള്ളത്. തൊട്ടു പിന്നാലെയായി മാധ്യമപ്രവർത്തകരുടെ വാഹനവും ഇദ്ദേഹത്തിന് പിന്നാലെയുണ്ട്. ഒരു പക്ഷേ പ്രശാന്തും ഉമേഷും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ഒരു നാട് ആ നാടിന്റെ പ്രിയപുത്രനെ കാത്തിരിക്കുകയാണ് അവസാനമായി കാണാൻ, അന്ത്യാഞ്ജലികൾ അർപ്പിക്കാൻ, ഒരു നോക്ക് കാണാനൊക്കെയായി. എന്തായാലും ഇന്നലെ ഉച്ചയോടുകൂടി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ എത്തിച്ച തോമസ് ചെറിയാന്റെ ഭൗതികദേഹം തിരുവനന്തപുരത്ത് പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലെ മിലിറ്ററി ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരുന്നത്. സൈന്യം എല്ലാ രീതിയിലുള്ള ആദരവും നൽകിയാണ് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ഏറ്റുവാങ്ങിയത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി വീണ ജോർജും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെയും കേന്ദ്രത്തെയും ഒക്കെ പ്രതിനിധീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പുഷ്പചക്രമൊക്കെ അർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടി ഗോവ ഗവർണർ അടക്കമുള്ളവരും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു. എത്രത്തോളം പ്രാധാന്യം സൈന്യത്തിൽ ചേർന്നിട്ടുള്ള ഓരോ ഭാരതപുത്രന്മാർക്കും നമ്മുടെ ഭാരത സൈന്യം നൽകുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും ഉദാത്തമായ അല്ലെങ്കിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ഉദാഹരണമാണ് ഈ ഒരു തോമസ് ചെറിയാന്റെ ഭൗതികദേഹം കണ്ടെത്താനായി രാജ്യം നൽകിയ ആ ഒരു പരിശ്രമം എന്നുള്ളതാണ്. ഒരുപക്ഷെ ഒരിടത്തും കണ്ടിട്ടില്ലാത്ത പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലൊരു തിരച്ചിൽ അതായിരുന്നു ഭാരതപുത്രൻ തോമസ് ചെറിയാൻ അടക്കമുള്ള 102 പേർക്കുമായി ഇപ്പോഴും രാജ്യം നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പ്രശാന്തും ഉമേഷും പറഞ്ഞു വെച്ചെടുത്തുനിന്ന് തുടങ്ങുകയാണെങ്കിൽ ഈ ഒരു തോമസ് ചെറിയാനെ പലരും കണ്ടിട്ടില്ല, യുവതലമുറകൾ കണ്ടിട്ടില്ല. ആ കാണാത്ത അവർക്കൊക്കെ അവർ കണ്ട പോലെയാണ്. കാരണം അവസാനമായൊരു ചിത്രം സോഷ്യൽ മീഡിയയിലും ആ കുടുംബത്തിലേക്കും ഒക്കെ എത്തുമ്പോൾ അത് ലോകമെമ്പാടും ഉള്ള വാൾപേപ്പറുകളായി അല്ലെങ്കിൽ അവരുടെയൊക്കെ ചിത്രങ്ങളായി, അവരുടെയൊക്കെ പ്രിയപുത്രനായി, അവരുടെ വീട്ടിലെ ഒരു അംഗമായി തോമസ് ചെറിയാൻ മാറുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം 56 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം ഒരുപക്ഷെ പല ഇപ്പോഴത്തെ യുവതലമുറകളും കേട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ കേട്ട് പരിചയമില്ലാത്ത ഒരു കാര്യം, ആ ഒരു കഥ. അദ്ദേഹം ഇവിടെ നിന്നും ഭാരത സൈന്യത്തിലേക്ക് ചേരാനായി പോകുന്നു. അവിടെ നിന്ന് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നു. ആ അപകടത്തിന് ശേഷം തോമസ് ചെറിയാൻ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഒരുപക്ഷെ പലരും അറിയത്തില്ല. ഞാനടക്കമുള്ള തലമുറയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ജനിക്കുന്നതിന് മുൻപ് മരണപ്പെട്ട ഒരു വ്യക്തി, ആ വ്യക്തിയുടെ സംസ്കാര ചടങ്ങുകൾ കാണാൻ ഞാനടക്കമുള്ള തലമുറ സാക്ഷ്യം വഹിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് ഭാരത സൈന്യം നൽകുന്ന പങ്ക് അത് ഏറ്റവും വലിയൊരു കാര്യം കൂടിയാണ്. ഒരുപക്ഷെ ഒരു ഘട്ടത്തിലും ആ തെരച്ചിൽ ഉപേക്ഷിക്കാത്ത, കാണാതായ മുഴുവൻ സൈനികരെയും കണ്ടെത്തും വരെ ആ ഒരു തെരച്ചിൽ തുടരുന്നുവെന്ന് പറയുന്ന ഭാരത സൈന്യം അത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും എല്ലാ രീതിയിലുമുള്ള ആദരം നൽകി നാട് യാത്രയാക്കാനായി ഒരുങ്ങുകയാണ്. ചിറ്റാഴ പിന്നിടുകയാണ് ഈ വാഹന വ്യൂഹം. എന്തായാലും ഈ ആംബുലൻസിൽ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു തുറന്ന ആംബുലൻസിൽ, തുറന്നെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ചുറ്റും ഗ്ലാസുകളാണ്. അദ്ദേഹത്തിന്റെ പെട്ടി അദ്ദേഹത്തിനെ കിടത്തിയിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കാണാനായി നിരവധി പേരാണ് ഈ വാഹനവ്യൂഹം കടന്നു പോകുമ്പോൾ നിൽക്കുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം ചിത്രം പതിച്ച വണ്ടി ഏറ്റവും മുന്നിലായിട്ടുണ്ട്. സ്വാഭാവികമായും തോമസ് ചെറിയാനാണ് എന്ന് പലരും തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സല്യൂട്ട് നൽകാനായി റോഡ് വക്കിൽ നിൽക്കുന്ന ആളുകളുണ്ട്. നേരം പുലർന്നതേ ഉള്ളൂ. കൃത്യം സമയത്ത് തന്നെ 6 മണി എന്ന് പറഞ്ഞ് ആ കൃത്യസമയത്ത് തന്നെ പാങ്ങോട് മിലിറ്ററി ആശുപത്രിയിൽ നിന്നും അദ്ദേഹത്തിന്റെ ഭൗതികദേഹം പുറത്തേക്ക് എടുക്കുകയും അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ മനസ്സിലാക്കുന്നത് കുറച്ചുകൂടി നേരത്തെ ഒരുപക്ഷെ 10 മണിയോടുകൂടി ഇലന്തൂർ ചന്ത ജംഗ്ഷനിൽ പൊതുദർശനം എന്നുള്ളതാണ്. പക്ഷെ അതിന് മുൻപ് തന്നെ പത്തനംതിട്ടയിലേക്ക് ഈ വാഹന വ്യൂഹം എത്തുമെന്നുള്ളതാണ്, അദ്ദേഹത്തിന്റെ ഭൗതികദേഹം എത്തുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അത്ര നേരത്തെ ഇവിടുന്ന് പുറപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ വഴിയിലെങ്ങും വേറെ തടസ്സങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിൽ നിർത്തിയിട്ടുള്ള നിലവിലുള്ളൊരു പൊതുദർശനം നിലവിലില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പരമാവധി വേഗത്തിൽ കുടുംബത്തിന്റെ കൈകളിലേക്ക് അല്ലെങ്കിൽ കുടുംബത്തിലേക്ക് ഈ ഭൗതികദേഹം എത്തിക്കുക എന്നുള്ളതാണ് സൈന്യം ഏറ്റെടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അത് ആ ഉത്തരവാദിത്വത്തിന്റെയും ഒരുപക്ഷെ ആ ഒരു പ്രയത്നത്തിന്റെയും ഒക്കെ ഫലമായി ആ വാഹനവ്യൂഹം കടന്നുപോവുകയാണ്. വട്ടപ്പാറയിലേക്ക് വാഹനവ്യൂഹം എത്തിയിട്ടുണ്ട്. റോഡ് വക്കിലൊക്കെ ആളുകൾ നിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹത്തിന് സല്യൂട്ട് നൽകി അദ്ദേഹത്തിനെ യാത്രയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ രാജ്യത്തിന്റെ നാനാ തുറകളിൽ നിന്ന് രാഷ്ട്രീയത്തിന്റെയും
രാഷ്ട്രീയത്തിന്റെയും ഒപ്പം തന്നെ സാംസ്കാരികതയുടെയും ഒക്കെ അതിർവരമ്പുകൾ കടന്നുകൊണ്ട് സ്വന്തം പുത്രനെ ഏറ്റെടുക്കുകയാണ്. ആ ഒരു പുത്രനെ കാണാനുള്ള കാത്തിരിപ്പിലാണ്. അദ്ദേഹത്തിന്റെ സഹോദരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പങ്കുവെച്ച് അവരുടെ ഓർമ്മകളുണ്ട്. കാരണം 8 വയസ്സുള്ളപ്പോഴാണ്, ഒരു സഹോദരൻ 8 വയസ്സുള്ളപ്പോഴാണ് തോമസ് ചെറിയാൻ സൈന്യത്തിലേക്ക് പോകുന്നത്. ഒരു സഹോദരിയാണ്, 5 പുത്രന്മാരിൽ രണ്ടാമനാണ് തോമസ് ചെറിയാൻ, ഓം തോമസിന്റെ. അപ്പോൾ അതിൽ ഏറ്റവും ഇളയ സഹോദരിക്ക് 12 വയസ്സും അതിന് ഇളയ സഹോദരന് 8 വയസ്സും ഒക്കെ ഉള്ളപ്പോഴാണ് ഇദ്ദേഹം സൈന്യത്തിലേക്ക് ചേരാനായി പോകുന്നത്. അവർക്കൊന്നും അത്ര വലിയ ഓർമ്മകൾ സഹോദരനെ പറ്റിയില്ല. അവസാനമായി കണ്ടത് 68-ൽ ഈ അപകടം നടന്നതിന് ശേഷമുള്ള ആ പത്രക്കുറിപ്പിലും പത്ര ഫോട്ടോയിലും ഒക്കെയാണ് പിതാവ് ഇവരെയൊക്കെ ഈ മകന്റെ ഫോട്ടോകൾ കാണിച്ചിട്ടുള്ളത്, ചിത്രങ്ങൾ കാണിച്ചിട്ടുള്ളത്, വാർത്ത അറിഞ്ഞിട്ടുള്ളത്. പക്ഷേ അവസാന നിമിഷം വരെ തോമസ് ചെറിയാന്റെ കുടുംബം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും കാത്തിരുന്നു, മകൻ തിരിച്ചു വരും അല്ലെങ്കിൽ മകനായുള്ളൊരു കാത്തിരിപ്പുണ്ടായിരുന്നു. ഇപ്പോഴും മകനെ പറ്റി പറയുന്ന ഒരു അച്ഛനും അമ്മയും. 35 വർഷങ്ങൾക്ക് മുൻപ് പിതാവ് ഓർമ്മയായി, 25 വർഷങ്ങൾക്ക് മുൻപ് അമ്മ മരണപ്പെട്ടു. അപ്പോഴൊക്കെ അവർ കാത്തിരുന്നിരുന്നു അവരുടെ പ്രിയപുത്രൻ നാട്ടിൽ വരുമെന്നുള്ള പ്രതീക്ഷ. പക്ഷെ അതൊന്നും കാണാൻ അവരാരുമില്ല എങ്കിൽ പോലും അവരുടെ സഹോദരങ്ങൾക്ക് മുൻപിലേക്ക്, അവരുടെ സഹോദരങ്ങളുടെ മക്കളുടെ മുൻപിലേക്ക്, അവരുടെ നാട്ടുകാരുടെ മുൻപിലേക്ക് തോമസ് ചെറിയാൻ എന്ന ഒരു ഭാരതപുത്രൻ ജന്മം കൊണ്ട നാട്ടിലേക്ക്, അദ്ദേഹം രാജ്യസേവനം ഇഷ്ടപ്പെട്ട് രാജ്യസേവനത്തിനായി പ്രയത്നിച്ച് ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ അദ്ദേഹത്തിന്റെ പാത പിന്തുടർന്നുകൊണ്ട് സൈന്യത്തിലേക്ക് പോകുന്നത്, അതൊക്കെ കണ്ണിൽ കണ്ട പലരും അവിടെയുണ്ട്. അതിനൊക്കെ സാക്ഷ്യം വഹിച്ച പലരും അവിടെയുണ്ട്. അദ്ദേഹത്തിനെ പഠിച്ച സ്കൂളിലെ അധ്യാപകരുണ്ട്, ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ സഹപാഠികളുണ്ട്, കൂടെ പഠിച്ചവർ, അദ്ദേഹത്തിന്റെ കൂടെ കളിച്ചു നടന്നവർ, ഒപ്പം തന്നെ സൈന്യത്തിൽ ചേരാനായി അദ്ദേഹത്തിനൊപ്പം നടന്നവരുണ്ട്, അദ്ദേഹത്തിനെ ആ പാതയിലേക്ക് എത്തിച്ചവരുണ്ട്. അങ്ങനെ അവർക്കൊക്കെ മുൻപിലേക്ക് പ്രിയപുത്രൻ എത്തുകയാണ്. ഇലന്തൂരിന്റെ പ്രിയപുത്രൻ മാത്രമല്ല, ഭാരതപുത്രൻ എത്തുകയാണ്. ഒരുപക്ഷെ രാജ്യം കണ്ട എക്കാലത്തെയും വലിയൊരു യാത്രയയപ്പ് തന്നെയാണ് കേരളത്തിൽ അദ്ദേഹത്തിനായി ഇവിടെ നൽകുന്നത് സൈന്യം എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. എന്നാലും 10 മണിയോട് കൂടി ഇലന്തൂരിലേക്ക്, 10 മണിക്ക് മുൻപ് തന്നെ ഇലന്തൂരിലേക്ക് ഈ വാഹന വ്യൂഹം എത്തും. ഇലന്തൂരിന് സമീപത്ത് എത്തിച്ചതിന് ശേഷമായിരിക്കും ഈ ആംബുലൻസിൽ നിന്നും അദ്ദേഹത്തിന്റെ ഭൗതികദേഹം തുറന്ന സൈനിക വാഹനത്തിൽ, തുറന്ന ലോറിയിലാണ്, തുറന്ന സൈനിക വാഹനത്തിൽ നിറയെ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച, മാലകളാൽ അലങ്കരിച്ച വാഹനത്തിലേക്ക് മാറ്റും. അതിനുശേഷം ഇലന്തൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്നും വിലാപയാത്രയായി സൈന്യത്തിന്റെ അകമ്പടിയോടുകൂടി ഏറ്റവും മുൻപിലായി സൈന്യം നടക്കും. അതിന് തൊട്ടുപുറകിലായി ആ തുറന്ന വാഹനത്തിൽ അദ്ദേഹത്തിനെയും കൊണ്ട് ആ വാഹന വ്യൂഹം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തുകയും ചെയ്യും. പിന്നീട് അവിടെയാണ് പൊതുദർശനം. അതിനുശേഷം 12 മണിക്ക് ശേഷമാണ് മറ്റ് ചടങ്ങുകൾ, മതപരമായ ചടങ്ങുകൾ, വീട്ടിൽ പ്രാർത്ഥനാ ശുശ്രൂഷകൾ പൂർത്തീകരിക്കുക. അതിനുശേഷം 1 മണിയോടുകൂടി അദ്ദേഹത്തിന്റെ പള്ളിയിലേക്ക്, അദ്ദേഹം പണ്ട് കൊയറിൽ പങ്കെടുത്ത, അദ്ദേഹം പണ്ട് എത്തിയ പള്ളി, അദ്ദേഹത്തിന്റെ അച്ഛന്റെയും അമ്മയുടെയും കൈപിടിച്ച് അദ്ദേഹം എത്തിയ ആ പള്ളി അങ്കണത്തിലേക്ക് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം എത്തിയും. ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഭാരതപുത്രന് നൽകേണ്ട ഏറ്റവും ഉദാത്തമായ അല്ലെങ്കിൽ ഏറ്റവും ഉചിതമായ യാത്രയയപ്പ് നൽകാൻ ആ ഒരു പള്ളി കൂടി, അല്ലെങ്കിൽ അദ്ദേഹം ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഇടവക കൂടി നേതൃത്വം വഹിക്കുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ കുടുംബ കല്ലറയുണ്ട്, അദ്ദേഹത്തിന്റെ പിതാവും മാതാവും ഒക്കെ ഉറങ്ങുന്ന ആ കല്ലറയുണ്ട്, അവിടെയല്ല. പകരം ഒരു പ്രത്യേക കല്ലറ, ഒരു പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് അവരുടെ പ്രിയപുത്രന്, അവരുടെ നാടിന് വേണ്ടി കാവൽ നിന്ന്, അല്ലെങ്കിൽ ഒരുപാട് ആളുകളുടെ ജീവന് വേണ്ടി അതിർത്തിയിലേക്ക് കാവൽ നിൽക്കാനായി, അതിർത്തിയിലേക്ക് അതിന്റെ സേവനത്തിനായി, രാജ്യസേവനത്തിനായി പുറപ്പെട്ട ആ പ്രിയപുത്രന് വേണ്ടി പ്രത്യേക കല്ലറ പള്ളി അങ്കണത്തിന് സമീപത്ത് തൊട്ടരികിലായി അവർ അത്രയും പ്രാധാന്യത്തോടു കൂടി ഒരുക്കുന്നു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ രാജ്യം ഭാരതപുത്രനായ തോമസ് ചെറിയാന് നൽകുന്ന ആ പരിഗണന അത് അതിനപ്പുറമായി അല്ലെങ്കിൽ അതേപോലെ തന്നെ ചേർത്ത് നൽകുകയാണ് എന്നുള്ളതാണ്. എന്തായാലും അവിടെ പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾ ഉണ്ടാകും. അതിനുശേഷമാണ് സൈനിക ബഹുമതികൾ നൽകാൻ പോകുന്നത്. സൈനിക ബഹുമതികൾ എല്ലാ അർത്ഥത്തിലും നൽകിയതിനു ശേഷം അദ്ദേഹത്തിന് ഒരു ഉചിതമായ യാത്രയയപ്പും അന്ത്യാഞ്ജലിയും അർപ്പിക്കുകയാണ്. എന്തായാലും 56 വർഷത്തിന് ശേഷം തോമസ് ചെറിയാൻ അങ്ങനെ അവസാനമായി അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് എത്തുകയാണ്. ആരോടും മിണ്ടാതെ, ആരോടും സംസാരിക്കാതെ, ആരോടും സൗഹൃദങ്ങളൊന്നും പങ്കുവെക്കാതെ അദ്ദേഹം എത്തുകയാണ്. പക്ഷേ അദ്ദേഹവുമായി സൗഹൃദം പങ്കുവെക്കാൻ, അദ്ദേഹത്തിനെ കാണാൻ, അദ്ദേഹത്തിനെ ഒരു നോക്ക് കാണാൻ, അദ്ദേഹത്തിന് ഒരു പുഷ്പചക്രം വെക്കാൻ, അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ഒന്ന് കാണാൻ, അതിനൊക്കെയായി ഒരു നാട് മുഴുവനും, ഒരുപക്ഷെ പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, ആ നാട് ഒരുപക്ഷെ ഒരു മൗനമായി യാത്രയാക്കുകയാണ്. ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് സുഗമമായി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിച്ച് അവിടെ നിന്നും അദ്ദേഹം
അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വിശ്രമ സ്ഥലത്തേക്ക് അദ്ദേഹത്തിനെ യാത്രയാക്കാനായി ആ നാട് ഒന്നടങ്കം ഒരുങ്ങുകയാണ്. നമ്മളിപ്പോൾ പുലർച്ചെ ആയതുകൊണ്ട് തന്നെ ഈ MC റോഡിൽ കാര്യമായ തിരക്കുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വാഹന വ്യൂഹത്തിന് വേഗം തന്നെ പോകാൻ പറ്റുന്നുണ്ട്. ഒപ്പം തന്നെ ഓരോ സ്റ്റേഷൻ പരിധി പിന്നിടുമ്പോഴും പോലീസിന്റെ അകമ്പടി വാഹനം ഇതിന് ഏറ്റവും മുന്നിലായി നമുക്ക് കാണാം. ഇപ്പോൾ ഏകദേശം 3 സ്റ്റേഷൻ പരിധികൾ വിട്ടാണ് വട്ടപ്പാറയ്ക്ക് ശേഷം ഈ വാഹനം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നത്. അത്തരത്തിൽ ഇന്ത്യൻ പട്ടാളം നൽകുന്നത് പോലെ തന്നെ അതേ പരിഗണന ആ നാടിന്റെ പ്രിയപുത്രനു വേണ്ടി നാട് നൽകിക്കൊണ്ടിരിക്കുകയാണ്. വിശിഷ്ട അതിഥികൾ ഉണ്ടാകും അവിടെ, ഒപ്പം തന്നെ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർ അവിടെ ഉണ്ടാകും. അവരൊക്കെ അദ്ദേഹത്തിന് ആദരം അർപ്പിക്കും. ഒരുപാട് സമയം വീട്ടിൽ പൊതുദർശനമില്ല എങ്കിൽ പോലും ചുരുങ്ങിയ സമയം കൊണ്ട് എല്ലാവർക്കും ആദരം അർപ്പിക്കാൻ, എല്ലാവർക്കും അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള സൗകര്യം വീട്ടിലും പള്ളിയിലുമായി ഒരുക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും 2 മണിയോടുകൂടി അദ്ദേഹത്തിന്റെ ഇലന്തൂരിലെ അദ്ദേഹത്തിന്റെ പള്ളിയുടെ വകയിൽ സംസ്കാര ചടങ്ങുകൾക്ക് ഉള്ള നടപടികൾ ആരംഭിക്കാനും പോവുക. എന്തായാലും കാത്തിരുന്ന ഒരു ദിവസം. അന്നത്തെ ഒരുപക്ഷെ പലപ്പോഴും പല ഘട്ടങ്ങളിലും കുടുംബം പ്രതീക്ഷിച്ചിരുന്നില്ല തോമസ് ചെറിയാൻ ഇങ്ങനെ തിരികെ എത്തും എന്നുള്ളത്. കാരണം അത്തരത്തിൽ തിരച്ചിൽ നടക്കുന്നുണ്ട് എങ്കിൽ പോലും എപ്പോൾ ഇത് ലഭ്യമാകും, അല്ലെങ്കിൽ അത് ലഭ്യമായാൽ തന്നെ എന്നിങ്ങോട്ടേക്ക് എത്തുമെന്നൊന്നും അവർക്കൊരു പ്രതീക്ഷയും ഉണ്ടാകാതിരുന്ന ഒരു കുടുംബത്തിലേക്കാണ്, അവരുടെ സഹോദരങ്ങൾക്ക് മുൻപിലേക്കാണ് ഒരു വെളുപ്പാങ്കാലത്ത് അല്ലെങ്കിൽ ഒരു പെട്ടെന്നുള്ളൊരു നിമിഷത്തിൽ ഭാരത സൈന്യത്തിന്റെ ഒരു അറിയിപ്പ്, ഒരു ഫോൺ കോൾ വരുന്നത്. ഇതേപോലെ തോമസ് ചെറിയാന്റെ ഭൗതികദേഹം ലഭ്യമായിട്ടുണ്ട്, അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിനെ ഉടൻ തന്നെ നാട്ടിലെത്തിക്കും എന്നുള്ള ആ അറിയിപ്പ് വളരെയധികം സന്തോഷത്തോടെയാണ് ആ കുടുംബം ഏറ്റെടുത്തതെങ്കിൽ പോലും നിറ കണ്ണുകളോടെയാണ് ആ കുടുംബം ഏറ്റെടുത്തത്. അതിന്റെ ഒരു ചിത്രം കൂടി നമ്മൾ ഇന്നലെ കണ്ടതാണ്. അദ്ദേഹത്തിന്റെ സഹോദരൻ തോമസ് ആണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഭൗതികദേഹം സ്വീകരിക്കാനായി ഏറ്റുവാങ്ങാനായി അദ്ദേഹം എത്തിയത്. കുടുംബസമേതമാണ് അദ്ദേഹം എത്തിയത്. ആ കുടുംബസമേതം എത്തി അദ്ദേഹം പുഷ്പചക്രം അർപ്പിച്ച ആ ഭൗതികദേഹം ഏറ്റുവാങ്ങുമ്പോൾ നിറ കണ്ണുകളോടെയാണ്, കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ട് തന്നെയാണ് തോമസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഇളയ സഹോദരൻ ഭൗതികദേഹം ഏറ്റുവാങ്ങിയത്. പക്ഷേ കരയാതിരിക്കാൻ ആർക്കുമാവില്ല, സന്തോഷിക്കാൻ ആർക്കുമാവില്ല. കാരണം അത്തരത്തിലൊരു സമ്മിശ്രമായ ഒരു അനുഭവം, അല്ലെങ്കിൽ അത്തരത്തിലൊരു വികാരം തന്നെയാണ് കുടുംബങ്ങൾക്കുള്ളതുപോലെ തന്നെ ആ നാട്ടിലെ കുട്ടികൾക്കുള്ളതുപോലെ. പക്ഷേ പത്തനംതിട്ടയിൽ നിന്ന് ഇദ്ദേഹം ആർമിയിലേക്ക് ഒരുപക്ഷെ പല ഘട്ടങ്ങളിലും അല്ലെങ്കിൽ പല സമയത്തും വളരെ ചുരുക്കം പേര് ആ സമയത്തൊക്കെ ഭാരത സൈന്യത്തിന്റെ ഭാഗമാകാൻ ഇരിക്കുന്ന സമയത്താണ് അതിൽ ഒരാളായി അദ്ദേഹം പോകുന്നത്. അതിനുശേഷം ഒരുപാട് യുവതലമുറയിൽ ഒരുപാട് പേർ ഇലന്തൂരിൽ നിന്നും പത്തനംതിട്ടയിൽ നിന്നും ഒക്കെ ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമായി പോയിട്ടുണ്ട്. അതിനൊക്കെ പ്രചോദനമാകാൻ, അവർക്കൊക്കെ ഒരു കരുത്ത് പകരാൻ തോമസ് ചെറിയാന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലെ ഒരു പ്രചോദനമായി തോമസ് ചെറിയാൻ ജീവിക്കുകയാണ്. അദ്ദേഹം വീരചരമം പ്രാപിച്ചെങ്കിൽ പോലും അവരുടെ ഓർമ്മകളിൽ അദ്ദേഹം നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സ്കൂളിലെ അദ്ദേഹത്തിന്റെ ക്ലാസ് മുറിയിൽ ഇരുന്ന് അദ്ദേഹവുമായി ഓർമ്മകൾ പങ്കുവെച്ച് അദ്ദേഹത്തിന്റെ സഹപാഠികൾ അടക്കമുള്ളവർ പലരും പ്രായാധിക്യമുണ്ട്. പക്ഷേ എങ്കിൽ പോലും പലരും ഇവിടേക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അദ്ദേഹവുമായുള്ള ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട്, ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് അദ്ദേഹത്തിനെ അവസാനമായി കാണാൻ നാട് കാത്തിരിക്കുകയാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ ഭൗതികദേഹവും വഹിച്ചുകൊണ്ടുള്ള വാഹന വ്യൂഹം ഇപ്പോൾ വെമ്പായം പിന്നിട്ടിരിക്കുകയാണ്. വെമ്പായത്തൂടെയാണ് ഈ വാഹന വ്യൂഹം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 5ലധികം വാഹനങ്ങൾ, സൈന്യത്തിന്റെ 5ലധികം വാഹനങ്ങൾ ഇതിന് അകമ്പടിയായി ഉണ്ട്. ഏറ്റവും മുൻപിലായി പോലീസ് വാഹനമുണ്ട്, അതിന് തൊട്ടു പിന്നാലെയായി ഉന്നത സൈനിക മേധാവികളുണ്ട് ഒരു വാഹനത്തിൽ. അതിന്റെ തൊട്ടു പിറകിൽ 3ാമത്തെ വാഹനമായാണ് ഈ ആംബുലൻസ് ഉള്ളത്. അതിനുശേഷം തുറന്ന വാഹനമുണ്ട്, തുറന്ന അദ്ദേഹത്തിന്റെ ഭൗതികദേഹം കൊണ്ടുപോകേണ്ട, വിലാപയാത്രയായി കൊണ്ടുപോകേണ്ട തുറന്ന വാഹനമുണ്ട്. മറ്റ് 2 സൈനിക വാഹനം കൂടിയുണ്ട്. അദ്ദേഹത്തിന് ഗാർഡ് ഓഫ് ഓണറും സല്യൂട്ടും ആദരാഞ്ജലികളും ഒക്കെ നൽകേണ്ട സൈനിക ഉദ്യോഗസ്ഥരും ഒക്കെയുള്ള ആ ഒരു ടീമും വാഹനവും തൊട്ടു പിന്നിലായിട്ടുണ്ട്. എന്തായാലും കാത്തിരിക്കുകയാണ് ഒരു നാട് അക്ഷരാർത്ഥത്തിൽ അവരുടെ പ്രിയപുത്രനെ കാണാൻ, ഒപ്പം തന്നെ അവരുടെ പ്രിയപുത്രന് യാത്രയയപ്പ് നൽകാൻ എല്ലാ രീതിയിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി. ഇനി ഈ ഒരു തോമസ് ചെറിയാന്റെ ഭൗതികദേഹം പത്തനംതിട്ടയിലേക്ക് എത്തിയാൽ മാത്രം മതി. എല്ലാ രീതിയിലുള്ള നടപടിക്രമങ്ങളും പൂർത്തിയാക്കി